ഇന്ന് ലോറിയൽ പാരിസിൻ്റെ റീവൈറ്റ് ലിഫ്റ്റിൻ്റെ ഹൈഡ്രോണിക് ആസിഡ് ഷീറ്റ് മാസ്ക് ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ജസ്റ്റ് 190 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്, പക്ഷേ കുറച്ച് പരിപാടിയുണ്ട്. കാര്യം നമ്മൾ ഷീറ്റ് മാസ്ക് എന്ന് പറയുമ്പോൾ വെറുതെ അത് പാക്കറ്റ് മേടിച്ചിട്ട് അത് കീറുക, ഉപയോഗിക്കുക എന്ന് വെച്ചാൽ അത് ഇളക്കി ഉപയോഗിക്കുക. പക്ഷേ ഇതങ്ങനെയല്ല, നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഇത് എന്ന് വെച്ചാൽ ആ ഒരു പാക്കറ്റിനെ നമ്മളൊന്ന് മടക്കി മൂന്ന് വട്ടം മടക്കണം. കണ്ടില്ലേ? ഫസ്റ്റ്, പിന്നെ സെക്കൻഡ്, അപ്പോൾ 2 വട്ടം, 3 വട്ടം അല്ല. അപ്പോൾ മടക്കിയതിന് ശേഷം നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഒരു രീതിയിൽ വരും. അതിനുശേഷം ആ ഒരു ലിക്വിഡ് കണ്ടൻറ്റ് വരുന്നതിൻ്റെ അവിടെ വന്നിട്ട് സ്ക്യൂസ് ചെയ്യണം. സ്ക്യൂസ് ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ലിക്വിഡ്, ആ ഒരു സിറം സത്യത്തിൽ ആ മാസ്കിലോട്ട് പോകുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് പാടാണ്, നമ്മൾ ജസ്റ്റ് നന്നായിട്ട് പിടിക്കണം. അതിനുശേഷം ഫുൾ ആ ഒരു ലിക്വിഡും ആ ഒരു മാസ്കിലേക്ക് പോയിട്ടുണ്ട്. കണ്ടില്ലേ? മാസ്കിലേക്ക് പോയതുകൊണ്ട് തന്നെ നമുക്കിനി അത് ജസ്റ്റ് ഒന്ന് ടയർ ചെയ്ത് അതൊന്ന് കീറി നമുക്ക് ആ സംഭവം അകത്ത് നമുക്കൊന്ന് നോക്കാം. എന്തായി കാണുമെന്ന് നോക്കിയാലോ? അപ്പം ഞാൻ കീറാനും കുറച്ച് പാടൊന്നുമില്ല, സിസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ല, കത്തിരിയുടെ ആവശ്യമൊന്നുമില്ല. അതിൽ തന്നെ ഒരു ചെറിയൊരു സംഭവം ഉണ്ട്, അത് പിടിച്ച് വലിച്ചാൽ മതി, കീറി വരും. അപ്പോൾ കീറി വന്നിട്ടുണ്ട്. കീറി വന്നതിന് ശേഷം സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോയ ഒരു മണം എനിക്ക് കിട്ടി. ബട്ട് സംഭവം അങ്ങനെ ചെറിയ പുള്ളിയല്ല, ആള് വലിയ പുള്ളിയാണ്. കാര്യം നല്ലൊരു ഗ്ലോയിങ് എഫക്റ്റ് നമുക്ക് തരുന്നൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അത് വേണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. സംഭവം കിടിലമാണ്. അപ്പോൾ അങ്ങനെ സംഭവം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുഖത്ത് യൂസ് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ടാവുമെന്ന് നമുക്ക് വഴിയെ മനസ്സിലാവും. ലാസ്റ്റ് വരെ വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ എന്താണ് അവസാനം നടക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. സ്കിപ്പ് ചെയ്ത് കാണുക പ്ലീസ്. ഞാനിത് മുഖത്തോട്ട് ഇടാൻ പോവുകയാണ്. ഇട്ടതിന് ശേഷം ബട്ട് ഇത് ഇടാൻ നേരത്തെ നമ്മുടെ ഈ ലിക്വിഡ് കുറച്ച് കൂടുതലാണ്, ഈ സിറം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടൻറ്റ് ഈ സിറത്തിനുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ? സത്യത്തിൽ ഈ ഹൈഡ്രോണിക് ആസിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയണ്ടേ? ഇതൊരു വാട്ടർ ബേസ്ഡ് ആസിഡാണ്. അതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു കൈൻഡ് ഓഫ് വാട്ടർ നമ്മുടെ സ്കിന്നിൽ അതിങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാൻ സഹായിക്കും. ആൻഡ് ഓൾസോ ഹൈഡ്രേഷൻ ലോക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കൊരു ഹൈഡ്രേഷൻ ഇത് ഒരുപാട് നേരം നമ്മുടെ മുഖത്ത് കാണും. അപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റി നോക്കാം. നമുക്ക് എന്തായാലും ഒരു ഗ്ലോയിങ് എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഇത് തന്നെ മേടിക്കുന്നതിന് ബെറ്റർ. കാര്യം ഒരു ട്രയലായിട്ട് യൂസ് ചെയ്യാം. ബൈ.